അപ്പോൾ എല്ലാവർക്കും കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മോര് കാച്ചിയതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടിയിലാണ് മോര് കാച്ചാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മോര് കാച്ചിയത് ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1/2 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്. ഉലുവ പെട്ടെന്ന് മൂക്കും. കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് കാച്ചിയത് ഭയങ്കര കയ്പ്പായിരിക്കും. ഇപ്പം ഉണ്ടോ ഉലുവയുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് 2 വറ്റൽമുളകാണ്. ഞാൻ കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഈ വറ്റൽമുളക് ഒന്ന് മൂക്കണം. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വെള്ളമയത്തോട് കൂടി ചേർക്കുന്നതുകൊണ്ട് ഒരു പൊട്ടൽ പ്രതീക്ഷിക്കാം. 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. പിന്നെ 6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുവാണ്. ഈ ചുവന്നുള്ളി ഒരു ബ്രൗൺ കളർ ആകണം. വളരെ സിമ്പിൾ കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ തന്നെ ഇത് വളരെ ഉപകാരമാണ്. നമ്മളൊരു കുപ്പിയിലൊക്കെ ഒഴിച്ചു വെച്ച് അടച്ചു വെച്ച് സൂക്ഷിക്കുവാണെങ്കിൽ 2 ദിവസം വരെ ഇരിക്കും. ഇത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. പുളിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കോട്ടയംകാട് ഒരു സ്പെഷ്യലാണ് ഈ മോര് കാച്ചിയതും ഒരു തോരനും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു എരിവും പുളിയുള്ളൊരു മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ചോറ് ഉഷാലാണ്. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അമ്മ ഇതൊക്കെ ഒരു കുപ്പിയിലാക്കി തന്നു വിടുമായിരുന്നു. ഇത് തീർന്ന ദിവസം ഭയങ്കര സങ്കടമാണ്. കാരണം പിന്നെ അടുത്ത വെക്കേഷനല്ലേ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. ചുവന്നുള്ളി നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകണം. നല്ല മണം വരുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണയിൽ ഇതെല്ലാം മൂത്ത് വരുന്നതിൻ്റെ ആ ഒരു മണം. നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാര്യം മറന്നുപോയി, പച്ചമുളക് ചേർക്കണം. ഇത് ഞാൻ 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അതേ നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഞാൻ പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ചട്ടി നല്ല ചൂടാണ്. എൻ്റെ എണ്ണ നല്ല തിളച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തീ ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് ഈ എണ്ണയിരുന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ചട്ടിയിൽ ഉണ്ടാക്കുന്നവർ തീ നന്നായിട്ട് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർ അത് മൂത്ത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ്. എന്നാലാണ് നമ്മുടെ മോരുകറിക്ക് നല്ലൊരു കളറും ആ ഒരു പെർഫെക്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിപ്പോൾ നമ്മുടെ മുടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന തൈരാണ്. ഇത് 1/2 ലിറ്റർ തൈര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ഞാനൊരു 3-4 ടീസ്പൂൺ വെള്ളം മാത്രമേ ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് പോയേക്കരുത്. തീ വളരെ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കുക. പുളിയുള്ള തൈര് വേണം മോര് കാച്ചിയതിന് എടുക്കാനായിട്ട്. അത് ഇവിടുത്തെ തൈരിനും ഗൾഫിലെ തൈരിനും പുളി വളരെ കുറവാണ്. അപ്പം ഞാൻ എന്താ എടുക്കുന്നത് വെച്ചാൽ മോര് കാച്ചുന്നതിൻ്റെ ഇതിപ്പോൾ ഞാൻ തലേ രാത്രിയിൽ മോര് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതൊക്കെയാണ്. കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ പോവാണ്. തീ വളരെ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് ആവി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ചട്ടിക്ക് നല്ല ചൂടാണ്. അത് ഇരുന്ന് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് കാച്ചിയത് പിരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ആവി പൊങ്ങി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് ഈ അടുപ്പിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കും. സിമ്പിൾ മോരുകറി ആണിത്. വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മോര് കാച്ചിയതും കൂടി ഒഴിച്ചാൽ പിന്നെ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ആവി വരുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ഇളക്കി നമുക്ക് ഇവിടെ കൈ വെക്കുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യണം.
ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരുടെ കാര്യം പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഈ ആവി പൊങ്ങുന്നതൊക്കെ ചിലപ്പോൾ മനസ്സിലാകാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പം നിങ്ങളപ്പം നോക്കി ഈ കൈവെള്ളയിൽ ഇങ്ങനെ ചുടുമ്പോൾ നല്ല ചൂട് തോന്നുന്ന സമയത്ത് ഈ തീ ഓഫ് ചെയ്തു. അപ്പോൾ ചട്ടിയൂടെ ആകുമ്പം മനസ്സിലാകാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. 1/2 ലിറ്റർ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തലേദിവസം രാത്രി എടുത്ത് വെക്കണം. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴി വെക്കണമെങ്കിൽ അപ്പം അത്രയും സമയം കൊണ്ട് തൈര് നന്നായിട്ട് പുളി വരുന്നോളും. ഈ സമയത്തൊക്കെ തീ വളരെ ലോ ഫ്ലെയിമിൽ ആക്കി വേണം ചെയ്യാൻ. ഇപ്പം ഇതിനകത്തുനിന്ന് ആവി വരുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ കൂടെ അത് കാണാനായിട്ട് സാധ്യതയില്ല. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ഇത് ഇപ്പുറത്തെ സ്റ്റൗവേലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടത് ആവി വരുന്നുണ്ട്. അപ്പം മാറ്റിയാലും നിങ്ങളൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തണുത്തതിന് ശേഷം നിങ്ങൾക്കൊരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് 2 ദിവസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. ഒരു കുഴപ്പമില്ല. ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പം ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ ഉപ്പൊന്ന് നോക്കാൻ മറന്നുപോയി. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നതിന് ശേഷം മാത്രം ഒരു കുപ്പിയിൽ സൂക്ഷിക്കുക. പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കേണ്ട. കുപ്പി ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം വരെയും കേടുകൂടാതെ ഇരിക്കും. ഇതിരിക്കും തോറും നല്ല ടേസ്റ്റാണ്. അപ്പം ഈ സിമ്പിൾ മോരുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ടിപ്സ്, ഈ മോരുകറി ടേസ്റ്റ് ആക്കാനുള്ള ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും. അത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക. എന്നാലാണ് എൻ്റെ ചാനൽ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.